ഈ സായം സന്ധ്യ എത്രയോ മധുര മനോജ്ഞസമാണ്. അരുമനാഥൻ്റെ ശിഷ്യവൃന്ദം പോലെ താളലയ ശ്രുതി മധുരമായി കീർത്തന തല്ലുജങ്ങൾ ആലപിക്കുവാൻ അഷ്ടിമച്ചിറയുടെ അഷ്ടമരാഗം ആ പന്തിരുവ് ഇവിടെ വന്നത് മുതൽ ശുദ്ധരിൽ വ്യാപരിക്കും സ്വർഗീയ വായുവാൽ ഈ വ്യോമമണ്ഡലവും സംശുദ്ധമായി പരിലസിച്ചു വരികയാണല്ലോ. അപ്പോൾ ഒട്ടും പിന്നിലല്ലാതെ ഒലിവ് ചില്ലകൾ പൂക്കുമ്പോൾ അതിൽ നിന്ന് നറുമണം പരത്തുന്ന സുന്ദര ശുഭനങ്ങളായി ഈ കഴിഞ്ഞ പ്രാവശ്യം വീരജേതാക്കളായ TMMലെ ടീമിൽ നിന്ന് ഒരു സംഘം പിന്നെയും നമ്മോട് ഉത്കൃഷ്ട കീർത്തന തല്ലുജങ്ങൾ ആലപിക്കുവാനും നമ്മെ സ്വർഗീയ അനുഭൂതിയിലേക്ക് ഉയർത്തുവാനും സംഗതിയായി സന്നിഹിതരായിട്ടുള്ള എല്ലാ ദൈവമക്കൾ, ധന്യരായ ദൈവദാസീദാസന്മാർ, ഈ സ്ഥാപനത്തിലെ ചുമൽ വഹിക്കുന്ന ആദരണീയർ, ഏവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനങ്ങൾ. ലളിതമായി ഒരു വാക്യഭാഗം ഉദ്ധരിച്ചുകൊണ്ട് തുടരാം എന്ന കൃപയിൽ ശരണപ്പെടുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം അതിൻ്റെ 24-25 വേദവാക്യങ്ങൾ. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 12 verses 24 and the first part of verse 25. അപ്പോസ്തല പ്രവൃത്തികൾ 12 അതിൻ്റെ 24-25 വാക്യങ്ങൾ. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. 25 ഞാനതിൻ്റെ ആദ്യ ഭാഗം മാത്രമേ ഉദ്ധരിക്കുന്നുള്ളൂ. ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ചു, യെരുശലേം വിട്ടു മടങ്ങിപ്പോന്നു. ഈ വാക്യ വിചിന്തനത്തിലേക്ക് പദമൊന്നും മുമ്പ് എന്നെ സ്പർശിച്ച ഒരു സംഭവത്തിലേക്ക് ഞാനൊരു ഓട്ടപ്രദക്ഷിണം താല്പര്യപ്പെടുകയാണ്. ചില നാളുകൾക്ക് മുമ്പ് പ്രസിദ്ധമായ ആറന്മുളയ്ക്ക് സമീപം ഒരു സ്ഥാനത്ത് കർത്തൃശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ചുരുങ്ങിയ നാളുകൾ അടിയങ്ങൾക്ക് സകുടുംബം പാർക്കുവാൻ സംഗതിയായി. ആ നാളുകളിൽ ഒന്നിൽ ഒരു മധ്യാഹ്നം സുവിശേഷ യോഗം അതിൽ പങ്കുകൊള്ളാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് യാത്ര പോകണം. ഞാൻ നടന്ന് ബസ് ലഭിക്കുന്ന ഒരു ജംഗ്ഷനിൽ എത്തി. അവിടെ നിൽക്കവേ എന്നെ പരിചയമുള്ള ഒരു യുവ സുഹൃത്ത്, അദ്ദേഹം നേരെ വിപരീത ദിശയിൽ യാത്ര ചെയ്യാനാണ്. അവിടെ എത്തി ഞങ്ങൾ സംഭാഷണം തുടരവേ ഞാൻ ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ മറ്റൊരു സ്നേഹിതൻ ഒരു സ്കൂട്ടറിൽ അവിടെ വന്നു. അവർ തമ്മിൽ അടുപ്പമുള്ളത് കൊണ്ട് അദ്ദേഹം മെല്ലെ വഴിയോരത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഇരുചക്ര വാഹനം ചേർത്ത് നിർത്തി. അദ്ദേഹത്തിന് വന്ന് കൈകൊടുത്തു. തമ്മിൽ സംസാരിക്കവേ ഈ രണ്ടാം ആൾ മൂന്നാമത്തെ ആളോട് പറഞ്ഞു, ഇദ്ദേഹം എനിക്കറിയാവുന്ന ഒരാളാണ്, തിരുവനന്തപുരത്തേക്ക് പോകണം, താങ്കൾ ആറന്മുളയിൽ നിന്ന് പന്തളം പോകുന്നതുകൊണ്ട് ഇദ്ദേഹത്തെ അവിടെ ഇറക്കിയാൽ ഉപകാരമായിരിക്കും. ഓ അതിനെന്താ, ഞാൻ പിന്നാമ്പുറം
ഇരിപ്പുറപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ എന്നെയും കൂട്ടി യാത്ര പോകുന്ന മധ്യത്തിൽ പരിചയപ്പെടുവാനായിട്ട് എന്നോട് ചോദിച്ചു, എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ, സുവിശേഷം അറിയിക്കാൻ. അപ്പോഴാ മനുഷ്യൻ എന്നോട് ചോദിച്ചു, സുന്ദരനാണ്, ആരോഗ്യദൃഢഗാത്രനാണ്, നല്ലൊരു റെയ്ബാൻ കൂളിംഗ് ഗ്ലാസ് ധരിച്ചിട്ടുണ്ട്, നന്നായി വസ്ത്രധാരണം ചെയ്തിരിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്നത്? തെല്ലൊന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, സാർ ക്ഷമിക്കണം, ഞാൻ അങ്ങയുടെ വാഹനത്തിലാണ്, അങ്ങാണ് എന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ചോദ്യം വളരെ എളുപ്പമാണ്. അങ്ങേക്ക് സഹിഷ്ണുതയുണ്ടെങ്കിൽ ഉത്തരം പറയാൻ എനിക്കൊരല്പം വിശദീകരണത്തിന് അനുമതി നൽകണം. ഞാൻ അല്പം വ്യക്തമാക്കിയ കാര്യം. അപ്പോൾ അടുത്ത ചോദ്യം വീണ്ടും വന്നു, എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ളവർ യേശുക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്നത്? ഇപ്പോൾ കുറേ കൂടെ ഗൗരവമായല്ലോ എന്ന് എൻ്റെ മനോമുകുരം എന്നോടറിയാതെ മന്ത്രിച്ചു. പക്ഷെ അതിനും സാമാന്യം എനിക്കറിയാവുന്ന നിലയിൽ കൃപയിൽ ചാരി മറുപടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചോദ്യം അത് ഏറെ ചിന്തനീയമായിരുന്നു. എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. മൂന്നാമത്തെ ചോദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല, എൻ്റെ ജീവിത സ്പർശിയായ, ജീവിതഗന്ധിയായ അനുഭവമാണ്. അതുകൊണ്ട് ഇതെനിക്ക് പറയാതിരിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് വിശദീകരണം പറഞ്ഞു. അപ്പോഴേക്കും ഏതാണ്ട് 12 അദ്ദേഹം എന്നെ ഇറക്കേണ്ട ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എങ്ങും വരാതെ ഏതാണ്ട് ഒരു 600 മീറ്റർ പിന്നാമ്പുറത്ത് നിർത്തി അദ്ദേഹം വാഹനം ഒതുക്കി. ഞാൻ പോകട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ നില്ല് എന്നല്പം ഗൗരവത്തോടെ എന്നോട് പ്രതിവചിച്ചു. അദ്ദേഹം വേഷ്ടി മടക്കി കുത്തി. ഞാൻ ആ ചുവടുകൾ അടുത്ത സാഗൂതം നിരീക്ഷിച്ചു. എൻ്റെ കയ്യിലൊരു ചെറിയ ബ്രീഫ് കേസാണ്. അത് ഞാൻ എൻ്റെ മുൻഭാഗം, ഉദരവും താഴേക്കുള്ള ഭാഗവും തെല്ലൊരു സംരക്ഷണ എന്ന നിലയിൽ ചേർത്ത് പിടിച്ചു. ഞാൻ അല്പം ഒരു കൈപ്പാട് പിന്നാക്കം പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉടുപ്പ് കൂട്ടി തന്നിലേക്ക് വലിച്ച് അടുപ്പിച്ചു. എനിക്ക് മനസ്സിലായി എന്നെ ഉപദ്രവിക്കാനായിരിക്കും, തിരികെ മുട്ട് തിരിച്ചു പിടിക്കുമോ എന്നുള്ള ഒരു ഭാരം എന്നെ ബാധിച്ചു. ഞാൻ ആ ബ്രീഫ് കേസ് മെല്ലെ ടേൺ ചെയ്ത് ഉയർത്തി. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കണം. ഇത് പ്ലേറ്റ് മാറ്റുകയല്ലേ, അടുത്തതിന് എനിക്ക് ദേഹോപദ്രവമാണോ എന്ന് ശങ്കിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം കണ്ണട ഊരി. ഞാൻ സൗദിയിൽ ഒരു കമ്പനിയിൽ ജോലിയിലാണ്. എൻ്റെ വീട് ആറന്മുള ക്ഷേത്രത്തിനടുത്താണ്. പേരും കുടുംബപ്പേരും വാലറ്റവും ഒക്കെ എന്നോട് പറഞ്ഞു. മനഃപൂർവ്വം ഞാൻ അത് വെളിപ്പെടുത്തുന്നില്ല. കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരാൾ മലയാളി തന്നെയാണ്, ഒരു ക്രിസ്തു വിശ്വാസിയാണ്. ആദ്യവട്ടം ഈ യുവാവ് കമ്പനിക്കെതിരെ പ്രവർത്തിച്ചു. അദ്ദേഹം വിളിച്ചു, വാണിംഗ് കൊടുത്തു, പറഞ്ഞു വിട്ടു. രണ്ടാമത് വലിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. രാവിലെ ക്യാബിൻ തുറന്ന് ഈ പ്രധാന വക്താവ് അവനെ വിളിച്ച് ഡ്രോ തുറന്ന് ഒരു ബൈബിള് കാണിച്ചു. പറഞ്ഞു, നിൻ്റെ പേര് ഞാൻ എൻ്റെ ഈ പുസ്തകത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. മൂന്നാം വട്ടം അവൻ ചെയ്യരുതാത്തത് ചെയ്തു. മറ്റൊരു സുഹൃത്തിനോടൊപ്പം വെളിയിൽ പോയി മദ്യം, അതവിടെ പാടില്ല. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഇപ്പോൾ എനിക്ക് ടെർമിനേറ്റ് ചെയ്യാം, അറബിയുടെ അനുവാദമൊന്നും വേണ്ട. അദ്ദേഹം സ്വിറ്റ്സർലൻഡിലോ മറ്റോ പോയിരിക്കുകയാണ്. പക്ഷേ ഇവൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോഴും
നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിനക്ക് പോകാം. അവൻ്റെ ജീവിതത്തിൽ 4-ാം വട്ടവും വല്ലാത്തൊരു കുഴിയിൽ വീണു. അദ്ദേഹം ആ വിഷയത്തിൽ ഇടപെട്ടിട്ട് ജയിലിൽ പോകാതിരിക്കാൻ എല്ലാ ക്രമീകരണവും ചെയ്തു. നാട്ടിലേക്ക് അധികൃതർ പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞു, നീ ഇപ്പോൾ രക്ഷപ്പെട്ടു, നീ ഇപ്പോൾ 2-3 മാസം കഴിഞ്ഞ് ഞാൻ നിനക്ക് വേറൊരു വിസ തരും, നീ വരണം. ആ രാത്രി തിരുവാറന്മുളയുടെ പ്രധാനപ്പെട്ട ഒരു ഭവനത്തിലെ ഈ ഇളയ തറവാടിൻ്റെ ഇല്ലത്തിൻ്റെ അനന്തരാവകാശി അന്ന് രാത്രി അവൻ മുട്ടുകുത്തി. ഗിദെയൻസിൻ്റെ ഒരു ബൈബിൾ അവൻ എവിടെ നിന്നോ നേടി. ഇതാണോ ക്രിസ്തുവിൻ്റെ സ്നേഹം? ആ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി. അതവൻ്റെ മാനസാന്തരമായിരുന്നു. അങ്ങനെയാണ് നാട്ടിൽ വന്നത്. പേരൊക്കെ ചോദിച്ചപ്പം മനഃപൂർവ്വം തന്നില്ല. വൈകുന്നേരം നാമം ജപിക്കാൻ വിളക്ക് വയ്ക്കാൻ അമ്മ ഇളയ കുഞ്ഞായതുകൊണ്ട് അവനെ നിർബന്ധിക്കും. അതിനു മുന്നമേ ഏതോ സുഹൃത്തിനെയൊക്കെ കാണണം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട് വരുന്ന ഒരു വഴിത്താരയായിരുന്നു അത്. എൻ്റെ ചിന്ത, ഒരാളുടെ പേരെഴുതി വെച്ച് ബൈബിളിൽ വയ്ക്കണം എന്നുള്ളതല്ല. നിരന്തരം കർത്താവേ ആ വ്യക്തിയെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? വിശ്വസിക്കാനാവാത്ത അമാനുഷിക നിലയിൽ അതിന് മറുപടി നൽകുമോ? ആ വ്യക്തി ഒരുപക്ഷെ സ്നാനപ്പെട്ട ഏതെങ്കിലും ഒരു സഭയിൽ ചേരുമോ? എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുത്തു എന്നുള്ളത് ആ മനുഷ്യൻ എന്നെ ഉപദ്രവിക്കാനാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ച വേളയിൽ പിരിയുമ്പോൾ എൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കവിളിണയിൽ ഒരു ചുംബനവും കൂടെ തന്നപ്പോൾ മാത്രമാണ് എനിക്ക് ആ തിരിച്ചറിവിലേക്ക് സുബോധം മടങ്ങി വന്നത്. ഈ അധ്യായത്തിൽ നിന്ന് കർത്താവ് എങ്ങനെയാണ് പ്രാർത്ഥന കേൾക്കുന്നത്, എങ്ങനെയാണ് ഒരു ഉണർവിലേക്ക് ചരിത്രം വഴിമാറുക, ഈ കാര്യം തൊടുകുറിയായി ഓർപ്പിക്കുകയാണ് എൻ്റെ ഹൃദയത്തിലുള്ള ആത്മഭാരവും അതുപോലെ പ്രാർത്ഥനയും. 12-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ആ കാലത്ത് ഹെരോദ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ഡോക്ടർ ലൂക്ക് സമർത്ഥമായി ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഏത് കാലത്ത്? യഹൂദ്യ പശ്ചാത്തലത്തിൽ ദൈവസഭ മുന്നോട്ട് തുടരവേ ദൈവത്തിൻ്റെ നിത്യനിർണയമായ യഹൂദേതര സമൂഹങ്ങൾ, ഞാൻ അങ്ങനെ പറയൂ, മനഃപൂർവ്വം ആ വാക്കേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ, യഹൂദേതര സമൂഹങ്ങൾ കർത്താവിനെ അറിയണം, കർത്താവ് അവരിലേക്ക് കൈ നീട്ടുക എന്നുള്ള നിത്യനിർണയം ഇപ്പോൾ നിവർത്തിക്കപ്പെടുകയായി. അന്ത്യോക്യയിൽ ഒരു സ്ഥലം സഭ സംജാതമാവുകയായി. അതിൻ്റെ അണിയറ നീക്കങ്ങളാണ് ഇതെല്ലാം. 11-ാം അധ്യായം ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ആ കാലത്ത് ഒന്നുകൂടെ പറയാം, യഹൂദ മതം ഈ പുതുതായി ബീജാഭാവം കൊണ്ട ക്രിസ്തു സഭയുടെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയും അവരമ്പെ എതിരായി ഉപദ്രവം നിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഈ കൊച്ചു സഭയും അതുപോലെയുള്ള യഹൂദേതരായ വിശ്വാസ സമൂഹവും യഹൂദന്മാരായ തങ്ങളുടെ സഹോദരന്മാർ അവിടെ പട്ടിണിയാണ്, ക്ഷാമമാണ്, അവരുടെ ചില്ലിക്കാശുകൾ, തുട്ടുകൾ മാറ്റിവെച്ചിട്ട് ഒരു ശേഖരമാക്കി അവർ സഹായിക്കാൻ കൊടുക്കുകയാണ്. ചിത്രം എത്ര വ്യക്തമാണ്! യഹൂദന്മാർ ഈ പുതുതായി രൂപപ്പെടുന്ന സഭയെ മുടിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ എല്ലാ ശ്രമവും നടത്തുന്നു. തിരിച്ചു നോക്കൂ, ദൈവസ്നേഹം ഉള്ളിൽ വീണ യഹൂദേതരരായ ഈ വിശ്വാസികൾ അവരുടെ വല്ലായ്മയിൽ
അവരെ ഉള്ളു തുറന്ന് സഹായിപ്പാൻ ആതുര സേവനത്തിന് തയ്യാറാകുന്നു. ആദിമസഭയുടെ ലക്ഷ്യം വ്യക്തമാണ്. ഞാൻ TMM ചാപ്പലിലാണ് നിൽക്കുന്നത്. 1, സുവിശേഷീകരണം. 2, ഇഴചേർത്ത് നെയ്തെടുക്കുന്ന ആതുര സേവനം. ഈ രണ്ടും കൂടെ ഒരുമിക്കുമ്പോഴാണ്, സംയോജിപ്പിക്കപ്പെടുമ്പോഴാണ് ഞാൻ ഈ തൊടുകുറിയായി വായിച്ച വചനം മേൽക്കുമേൽ പരന്നു, ഇംഗ്ലീഷിൽ കണ്ടിന്യൂസ്ലി സ്പ്രെഡ് എന്ന് തന്നെയുണ്ട്. അപ്പോൾ തന്നെ മറുവശത്ത് ബർന്നബാസും ശൗലും ഈ ആതുര സേവനത്തിൽ വല്ലായ്മ അനുഭവിക്കുന്ന യഹൂദ്യ വിശ്വാസികളെ ധനപരമായി സഹായിക്കുവാൻ ഇവർ നൽകിയ ശേഖരം അത് കൊടുത്തു. ആ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നു. ശുശ്രൂഷ നിവൃത്തിയാകുന്നു. ദൈവഹിതത്തിൽ വചനം പ്രബലമായി പരക്കുന്നു. ഇത് രണ്ടും തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് പോകുന്ന ആ സുന്ദര രംഗചിത്രം എത്ര മധുര മനോജ്ഞസമായിട്ടാണ് ഈ വാഗ്മയ ചിത്രം പരിശുദ്ധാത്മാവ് ഡോക്ടർ ലൂക്കോസിൻ്റെ തൂലികയാൽ കോറിയിടുന്നത്. ഹെരോദ രാജാവ് സഭയിൽ ഉപദ്രവം നിശ്വസിക്കുവാൻ അദ്ദേഹം കൈനീട്ടുകയാണ്. ഈ ഹെരോദാവ്, മഹാനായ ഹെരോദാവിൻ്റെ കൊച്ചുമകൻ അരിസ്റ്റോബുലോസിൻ്റെ മകൻ ഹെരോദ് അഗ്രിപ്പ ഒന്നാമനാണ്. ഹെരോദിൻ്റെ കുടുംബം തന്നെ അങ്ങേയറ്റം അധാർമികതയുടെ കുഴിയിൽ ഇറങ്ങി കുളിച്ചു നിൽക്കുന്നവരാണ്. മഹാനായ ഹെരോദാവാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശിശുവായിരിക്കവേ 2 വയസ്സിൽ താഴെയുള്ള ആൺകുഞ്ഞുങ്ങളുടെ ചോര ധാരാളം ചൊരിഞ്ഞ ക്രൂരനായ വ്യക്തി. ആ കുടുംബം മുഴുവനും അങ്ങനെയാണ്. മറ്റൊരു മകനാണ് അന്തിപ്പാസ്, സ്വസഹോദരൻ ഫിലിപ്പിൻ്റെ ഭാര്യ. ആരാണ് ആ ഭാര്യ? സഹോദരൻ്റെ മകളാണ്. ആ കുടുംബത്തിൻ്റെ സാൻമാർഗികതയെ നമുക്കവിടെ വിലയിരുത്താൻ ധാരാളം കഴിയുകയില്ലേ? ആ കാര്യം യോഹന്നാൻ സ്നാപകൻ എതിർത്ത് പറഞ്ഞു. അടുത്ത നിമിഷം യോഹന്നാൻ സ്നാപകൻ്റെ ശിരസ് താലത്തിൽ മത്താടി ഇരിക്കുന്ന ആ മനുഷ്യൻ ഈ സ്ത്രീയിൽ ജനിച്ച മകളുടെ നൃത്തത്തിൻ്റെ മുൻപിൽ വല്ലാതെ ആജ്ഞ പുറപ്പെടുവിച്ചു. യോഹന്നാൻ്റെ നാവ് ചലിക്കയില്ല എന്നവൻ ഉറപ്പുവരുത്തി. ഇത് അരിസ്റ്റോബുലോസിനെ ഈ അപ്പൻ തൊഴിച്ചു കൊന്നു. അമ്മയായ മറിയാമിനെ ഒരൽപ്പം യഹൂദ്യ ബന്ധമുള്ള ഹാഷ്മോണിയൻ വംശജയാണ്, സുന്ദരിയാണ്. അവളെയും ഞാൻ ആ വാക്ക് പറയുകയില്ല, വല്ലാത്തിടത്ത് തൊഴിച്ചു, കഴുത്തിൽ വിരലുകൾ കുത്തി അമർത്തിപ്പിടിച്ചു, കൊന്നുകളഞ്ഞു. അതാണ് ഹെരോദാവിൻ്റെ പാരമ്പര്യം. പക്ഷെ ഈ മകനെ കൊല്ലുന്നതിന് മുമ്പ് ഈ അഗ്രിപ്പ ഒന്നാമനൊരു ശിശുവായിരുന്നു. അപ്പനെ കൊന്നത് കണ്ട ആരോ ഇവനെ, ഈ ഹെരോദാവ് അഗ്രിപ്പ ഒന്നാമനെ എടുത്ത് റോമിൽ കൊണ്ടുപോയി ഓടി അവിടെ ആരെയോ ഏൽപ്പിച്ചു. അങ്ങനെയാണ് റോമിലെ അധികാരികളോട് ഹെരോദ് അഗ്രിപ്പാവിന് ബന്ധം ലഭ്യമായത്, യഹൂദരോട്. അതുകൊണ്ടാണ് യഹൂദന്മാരെ വല്ലവിധേനയും പ്രീണിപ്പിക്കണം ആ ലക്ഷ്യത്തിൽ സഭയ്ക്കെതിരെ അവൻ കൈനീട്ടി യാക്കോബിനെ, സെബദിപുത്രന്മാരിൽ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. ആകെ അത്രയുമേ ഉള്ളൂ. നോ ഫർദർ എക്സ്പ്ലനേഷൻ, നോ ഡീറ്റെയിൽസ്. അവിടെ നിൽക്കുകയാണ് ദൈവാത്മാവിൻ്റെ ആ നറേറ്റീവ്, വിവരണം. പക്ഷെ അത് വരുത്തിയ ആഘാതം എത്ര വലുതായിരിക്കും. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ അന്തർഗണത്തിൽപ്പെട്ട മൂവരെയാണ് കർത്താവ് പല പ്രത്യേക സ്ഥാനങ്ങളിൽ കൊണ്ടുപോയിട്ടുള്ളത്. യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന രംഗത്ത്, ഗത്സമന തോട്ടത്തിൽ, ആദിയായ എല്ലായിടവും. ഇവിടെ നോക്കൂ, ആ യാക്കോബിനെതിരെ ഇദ്ദേഹം വാൾ നീട്ടി അവനെ വെട്ടി കൊന്നു. എൻ്റെ ചിന്ത ഇതാണ്. പിന്നീട് പത്രോസിനെ പിടിച്ച് ബന്ധിപ്പിക്കുമ്പോൾ ആ കൊച്ചു സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഫെർവൻലി
വളരെ ജാഗ്രതയോടെ, വളരെ പ്രത്യേകതയോടെ അവർ പ്രാർത്ഥിച്ചു. എൻ്റെ ന്യായമായ സംശയം, യാക്കോബിനെ പിടിച്ചു കൊല്ലുന്നതിന് മുമ്പ് ഈ സഭ പ്രാർത്ഥിച്ചില്ലേ? ന്യായമായും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ വില അവർക്ക് അറിഞ്ഞുകൂടെയോ? തീർച്ചയായിട്ടും അറിയാം. പ്രാർത്ഥന ഒരു യാന്ത്രികമായി മുൻപോട്ട് ചലിക്കുന്ന ഒന്നല്ല, അവർക്ക് നന്നേ അറിയാം. ഇതൊരാഘാതമായിരുന്നു. ഏറ്റവും ഇളയവനായി കർത്താവിൻ്റെ മാറോട് ചാരിയിരുന്ന ആ യോഹന്നാൻ പ്രിയൻ, അവൻ്റെ ഹൃദയത്തിന് ഈ ജ്യേഷ്ഠൻ്റെ മരണം ആഘാതമല്ലേ? 30-ലേറെ വയസ്സില്ലയോ? ഭാര്യയില്ലേ? കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ലേ? ഈ യെരുശലേമിലെ സഭയ്ക്ക് ഇതൊരു വലിയ ഷോക്ക് ആയിട്ടില്ലേ? അപ്പോൾ ആ സഭ പ്രാർത്ഥിക്കാതിരുന്നുവോ? അവരപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരു സംശയവുമില്ല. ഒന്നാമത്തെ വിഷയം ഇതാണ്: കർത്താവ് തൻ്റെ പരമാധികാരത്തിൽ നമ്മുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ദൈവം ചിലപ്പോൾ മറുപടി തരികയില്ലെന്നല്ല, ആ മറുപടി സുനിശ്ചിതമാണ്. പക്ഷേ തൽക്കാലം നോ എന്നാകാം മറുപടി, അല്ലെങ്കിൽ ഒരല്പം വൈകി എന്ന നിലയിലാണ് മറുപടി. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, പ്രാർത്ഥന ATM കൗണ്ടറിലേക്ക് കാർഡ് ഇട്ടിട്ട് നാം അവിടെ അങ്കണം ഇത്രയാണ് തുക വേണ്ടതെന്ന് അടിച്ചു കഴിയുമ്പോൾ പിന്നും കൂടെ അടിക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്ന ആ ഓട്ടോമാറ്റിക് മെഷീൻ സംവിധാനമല്ല ജാഗരണ പ്രാർത്ഥന. ജാഗരണ പ്രാർത്ഥന എപ്പോഴും അക്നോളജ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരമാധികാര കരുണയാണ്. ഗോഡ് സോവറിൻ മേഴ്സീസ്. അതിൻ്റെ മുമ്പിൽ മുട്ടിവിളിക്കുകയാണ്. ആ സഭ അവിടെ പരാജയപ്പെട്ടില്ല, അവരതിന് വീണ്ടും തയ്യാറായി. ഉത്തരക്ഷണം അടുത്ത പടി. ഇത് യഹൂദന്മാർക്ക് പ്രസാദമായി. അതുകൊണ്ട് നേതൃനിരയിൽ പത്രോസിനെയും പിടിച്ചു, കൊല്ലുവാൻ ആഗ്രഹിച്ചു. പക്ഷെ അപ്പോൾ യഹൂദന്മാരുടെ ഉത്സവമാണ്, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്നാണ് ഇവിടെ. പക്ഷെ അത് പെസഹ എന്ന് തന്നെ വായിക്കണം. കാരണം സന്ധ്യായാഗ സമയത്ത് ആരംഭിച്ച് അർദ്ധരാത്രിയോട് ചേർന്ന് പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും ഇന്റർവോവനായി അങ്ങ് തുടരുകയാണ് 7 ദിവസം. അപ്പോൾ പെസഹ ഉൾപ്പെടെ 7 ദിവസം നാം കണക്ക് കൂട്ടിയാൽ 8 ദിവസമാണ് നീണ്ടു നിൽക്കുന്ന യഹൂദന്മാരുടെ ഈ പെരുന്നാൾ. അവർ തകൃതിയായി തിരക്കോടെ ബദ്ധപ്പാടോടെ ദൈവപ്രസാദത്തിന് അവരെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിപ്പാൻ പുളിപ്പില്ലായ്മ വീടുകളിൽ നിന്ന്, അതുപോലെ തന്നെ ഈവൻ നടുമുറ്റത്തോ ഭിത്തിയിലോ ഒന്നും ഒരു പായലിൻ്റെ സ്പർശം പോലും പാടില്ല. കംപ്ലീറ്റ് ഹോളിനെസ്. പെസഹ ദൈവകുഞ്ഞാടിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പാണ്. അപ്പോൾ വിശുദ്ധ ജീവിതം രക്ഷയോട് ചേർന്ന് എപ്പോഴാരംഭിക്കും? അപ്പോൾ തന്നെ ആരംഭിക്കും. സാൽവേഷൻ, when it starts and whenever it starts, along with it പൊസിഷണലി സാങ്ക്ടിഫിക്കേഷൻ സംഭവിച്ചു. വാട്ട് അബൌട്ട് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ? ആ തുടർമാനമായ വർദ്ധമാനമായ ഉപരി നേടുന്ന ആർജിത വിശുദ്ധി അത് തുടരുകയാണ്. അതാണ് ദേഹിരക്ഷ. അപ്പോൾ പെസഹയും പുളിപ്പില്ലായ്മയും അത് കഴിയട്ടെ. ഈ ഉത്സവത്തിൻ്റെ ഇടയ്ക്ക് കൊല ചെയ്താൽ, ശിക്ഷ വിധിച്ചാൽ, കൊന്നാൽ അത് ഇവർക്ക് വിരോധമാകും. അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ അടുത്തതാണ് എന്നെ ചിന്തിപ്പിച്ചത്. ആ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ അവര് കർത്താവിന് എന്ന പോലെ പറയും, അവനെ കൊല്ലുക, അവനെ കൊല്ലുക. അത് ഹെരോദാവിന് കേൾക്കണം. അപ്പോൾ ആരാ വിധിച്ചത്? ഈ യഹൂദന്മാർ. ആരാ വിധി കൽപ്പിച്ചത്? ഞാൻ അഗ്രിപ്പ ഒന്നാമൻ. അപ്പൊ കുറ്റമാർക്കാ? അവർക്കാണ്, യഹൂദന്മാർക്കാണ്. ആ ലക്ഷ്യത്തിൽ ആയിരിക്കവേ തലേ രാത്രി 2 ചങ്ങലയാൽ ബന്ധിതനായി 2 പടയാളികളോടുകൂടെ ഒരുപക്ഷെ കാലുകൾ ചേർത്ത് ബന്ധിച്ച് കിടന്നുറങ്ങുമ്പോൾ 4 പേരുടെ ഒരു കൂട്ടമാണ്. 24 മണിക്കൂറിൽ ഒരുപക്ഷെ 6 പ്രത്യേക സ്ക്വാഡ്രൻ ഉണ്ടായിരിക്കാം. അങ്ങനെ 2 പേര് മുൻപിലെ ഉള്ളറയുടെ വെളിയിലെ വാതിൽ കാവൽ കാത്ത് നിൽക്കുന്നു. അങ്ങനെ ബന്ധിതനായി കിടക്കുമ്പോഴാണ് പത്രോസ് അവിടെ ഉറങ്ങുന്നത്.
എന്നാൽ ആ അറയിൽ വെളിച്ചം പ്രകാശിച്ചു. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി അവൻ്റെ വിലാപ്പുറത്ത് തട്ടി. എൻ്റെ ഓർമ്മയിൽ ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്ന ഏലിയാവ് എത്താറുണ്ട് ഇത് വായിക്കുമ്പോഴൊക്കെ. അവിടെയും ഇങ്ങനെ വിലാപ്പുറത്ത് തട്ടുകയാണ്. അപ്പോൾ നിരാശയിൽ അട്ട ചുരുളും പോലെ അല്ലെങ്കിൽ ഡാ പോലെ കിടന്നുറങ്ങുകയല്ല, പിന്നെ മിക്കവാറും സ്ട്രെയിറ്റാണ്. അതല്ലെങ്കിൽ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ഈ കാവൽക്കാരോട് കൂടെയല്ലേ കാലുകൾ ബന്ധിച്ചിരിക്കുന്നത്. ചുരുണ്ടുകൂടിയാണെങ്കിൽ ദൂതനെ തട്ടാൻ പൃഷ്ഠഭാഗമല്ലേ എളുപ്പം. വിലാപ്പുറത്ത് തട്ടണമെങ്കിൽ ഒന്നുകിൽ ഒരു വശം ചേരുക, അതല്ലെങ്കിൽ രണ്ടു വശത്തേക്കും ചങ്ങലയുള്ളത് കൊണ്ട് നെടുകെ നിവർന്ന് സുഷുപ്തിയിൽ എങ്കിലും ആ പൾസ് ഹാർട്ട് ബീറ്റ് ഉള്ളിടത്ത് ദൂതൻ തട്ടി. അവൻ എഴുന്നേറ്റു. അവനോട് പറയുക, ചങ്ങല കൈമേൽ നിന്ന് വീണു. ദൂതൻ അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ചെൻ്റെ പിന്നാലെ വരിക. ശാസന ഒന്നും കാണുന്നില്ല. നീ ഏതായാലും ഇപ്പൊ മരിക്കുകയല്ലെന്നറിയാൻ കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട് പത്രോസിനോട്. വയസ്സ് വന്ന ശേഷം നിന്റെ അരമുറുക്കി നിന്നെ ഇഷ്ടമില്ലാത്തിടത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ വാളാൽ കൊല്ലപ്പെടുകയല്ല, പിടിച്ചു കെട്ടി ക്രൂശിക്കുകയാണ്. അതായിരിക്കും പത്രോസിന്റെ അന്ത്യം. കർത്താവ് അത് മുന്നമേ പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം സുഖമായിട്ട് ഉറങ്ങുന്നത്. എങ്കിലും എന്നെ ആശ്ചര്യപ്പെടുത്തത് ദൂതൻ അവനെ ശാസിക്കുന്നൊന്നുമില്ല. അവിശ്വാസി, ഞാൻ വരുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടായിരുന്നു? നീ ഉണർന്നും ജാഗരിച്ചും ഇരിക്കണ്ടായിരുന്നോ? ശാസിച്ചു ഭത്സിച്ചു എന്നൊരു തെളിവുമില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ ആ വലിയ അളവല്ല ദൈവം പലപ്പോഴും പ്രവർത്തിക്കുവാനുള്ള കാരണം. വിശ്വാസത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. വിശ്വാസം കുറവായാലും ദൈവം തൻ്റെ പരമാധികാര കരുണയിൽ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ പരമാധികാരം യാക്കോബിനെ കൊല്ലുവാൻ അനുവദിച്ചു. ദൈവത്തിൻ്റെ ഉദ്ദേശ്യം എന്താണ്? എല്ലായ്പ്പോഴും ആളുകളുടെ ക്ഷേമമല്ല, rather than the welfare of individuals. God has his own focus always on the spreading and the multiplication of the efficacy of his word, holy word, and also the flourishing of his gospel. ഈ രണ്ട് ലക്ഷ്യത്തിലാണ് എപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നത്. എനിക്ക് ആ വാക്യം വളരെ ഇഷ്ടമാണ്. 33-ാം സങ്കീർത്തനത്തിലെ ആ വാക്യം, 33-ാം സങ്കീർത്തനം എത്ര വ്യക്തമാണ്. 33-ാം സങ്കീർത്തനം എൻ്റെ പ്രിയപ്പെട്ടവർക്കറിയാം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവിടെ നാം ഇങ്ങനെയാണ് അതിൻ്റെ 11-ാം വാക്യം വായിക്കുന്നത്. സങ്കീർത്തനങ്ങൾ Psalms 33 verse 11. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. എന്നോട് ക്ഷമിക്കാമെങ്കിൽ മാത്രം ഞാൻ പറയാം. ഇംഗ്ലീഷ് അറിയാമെന്നൊന്നും അറിയിക്കാനോ ഒന്നുമല്ല, പക്ഷേ ഇംഗ്ലീഷിൽ അതെനിക്ക് വളരെ ആകർഷകമാണ്. ഞാനങ്ങ് ലളിതമായിട്ട് പറയാം. ആ ആലോചന പ്ലാൻസ് എന്നാണ്. ഹൗ സ്വീറ്റ് ഇറ്റ് ഈസ്. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് പ്ലാൻസ്. വിചാരങ്ങൾ ESVയിൽ പർപ്പസസ് എന്നാണ്. എനിക്ക് മതി. ഞാൻ എൻ്റെ മലയാളം ബൈബിളിൽ അതിൻ്റെ അടിവര ഇട്ടിട്ട് ഇപ്പുറത്ത് ആ 2 വാക്കുകൾ എഴുതി ചേർത്തിട്ടുണ്ട്. അത് പറയാനാണ് എനിക്ക് കൊതി. എൻ്റെ മനോമുകുരം കുളിർമ കൊള്ളുന്നത്. പ്ലാൻസ്. ദൈവം പ്ലാനുള്ള ദൈവമാണ്, പദ്ധതിയുള്ള ദൈവമാണ്. നമ്മൾ പറയാറില്ലേ, എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പക്ഷെ ഈ വാക്യമാണ് ഞാൻ കണ്ടെത്തിയപ്പോൾ അത് ഹൃദയഹാരിയായി എൻ്റെ നെയ്വലയിൽ പരിണമിച്ചത്. ഗോഡ് ഹാസ് ഹിസ് ഓൺ പ്ലാൻസ്. അടുത്തത് ഹൃദയ വിചാരങ്ങൾ. എത്ര എളുപ്പമാണ്. പർപ്പസസ്, ഉദ്ദേശ്യശുദ്ധി, ലക്ഷ്യം. ദൈവം എപ്പോഴും അങ്ങനെ പ്രവർത്തിക്കുകയുള്ളൂ. ദൈവത്തിന് സുസ്ഥിരമായ പ്ലാൻസ് ഉണ്ട്. ദൈവത്തിന് സുസ്ഥിരമായ പദ്ധതിയുണ്ട്. ദൈവത്തിന് ലക്ഷ്യമുണ്ട്, ഉദ്ദേശ്യശുദ്ധിയുണ്ട്. എന്താ ഇവിടെ ദൈവത്തിൻ്റെ ഉദ്ദേശ്യം?
പത്രോസിനെ കൊല്ലുകയല്ല, പിന്നെ അവനെ ധീരോദാത്ത സാക്ഷിയായി സൈമൺ സാർ പാടിയിട്ടുള്ള പോലെ പേത്രനാദിയായ ധീരവരരെ എന്തുവാ ഈ ക്ഷോണിയിൽ പ്രേഷണം ചെയ്തു, അവനിൽ ധീരരായി. ആ ഒരു ലക്ഷ്യമാണ് ദൈവത്തിനുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ദൂതനെ അയക്കുന്നത്. അവിടെ നിന്ന് അടുത്തതാണ് എന്നെ ചിന്തിപ്പിച്ചത്, നിന്റെ വസ്ത്രം പുതച്ചെൻ്റെ പിന്നാലെ വരിക. ഈ ചെരുപ്പിൻ്റെ വള്ളി ദൂതൻ ഓട്ടോമാറ്റിക്കലി ആ ചെരുപ്പ് കാലിലേക്ക് കയറട്ടെ, ചെരുപ്പിൻ്റെ വള്ളി ലോക്കാകട്ടെ. ഇനി ഇവൻ അടികൊണ്ട് ഉപദ്രവിച്ചൊക്കെ അവൻ്റെ സ്വന്തം വസ്ത്രം അപ്പുറത്ത് ചുരുട്ടി വെച്ചിട്ട് ഈ പോലീസ് സ്റ്റേഷൻ തടവറ വസ്ത്രമായിരിക്കും. അല്ല പിന്നെ നിന്റെ സ്വന്തം വസ്ത്രം എടുത്ത് പൊതച്ചോണ്ട് വരിക എന്നൊക്കെ പറയണമെന്നുണ്ടോ? ഇങ്ങനെ കിടന്ന് ക്ഷീണിച്ചുറങ്ങുന്നവന് ചാടിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് എഴുന്നേറ്റ് ചെരുപ്പിൻ്റെ ഈ വാറിടാനും പിന്നെ ഉടുക്കാനും നിന്റെ വസ്ത്രവും പിന്നെ പൊതയ്ക്കാനും ഒക്കെ ഉള്ള സമയം കൊണ്ട് ദൂതൻ ഇതങ്ങ് ചെയ്തു കൊടുത്തുകൂടെ? ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. അടുത്തതും ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. ആദ്യത്തേതൊരു മിറക്കിളാണ്. കന്യകാ ജനനം ഒരു മിറക്കിളാണ്. 9 മാസവും 9 ദിവസവും കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് പിറന്നതൊന്നും മിറക്കിളല്ല. യേശുനാഥൻ പിന്നീടുള്ള വളർച്ചയൊന്നും മിറക്കിളല്ല. ഇവിടെയും ഒരു മിറക്കിളാണ്. പക്ഷെ അടുത്ത കാര്യം പത്രോസിന് ചെയ്യാവുന്നത് എല്ലാം അവൻ ചെയ്യണം. കാവലെല്ലാം തുറന്നുപോയി, അത് ശരി, അത് മിറക്കിളാണ്. പക്ഷെ പ്രധാന വാതിൽ താനേ തുറന്ന് പട്ടണത്തിൻ്റെ നടുവിലെത്തിയപ്പോൾ പിന്നെ ജോൺ മാർക്കിൻ്റെ വീട് വരെ ദൂതനൊന്ന് കൊണ്ടുപോകരുതോ? കൊണ്ടുപോയില്ല. ദൂതൻ അപ്രത്യക്ഷമായി. അവൻ അവിടെ നിന്ന് മുട്ടുകയാണ് വാതിൽ തുറക്കാൻ. അപ്പോഴും ദിവ്യാത്ഭുതമില്ല. എന്താ വിഷയം? അതിൻ്റെ ഏറ്റവും ഒടുവിൽ പത്രോസിൻ്റെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നു. ഇനി 15-ാം അധ്യായത്തിൽ ഒന്ന് കാണും. അതിനുശേഷം പൗലോസിനെ കർത്താവ് രംഗപ്രവേശം ചെയ്യിക്കുകയാണ്. പ്രാർത്ഥന, അതാണ് വിഷയം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ വാക്യമാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത്. നോക്കൂ, സഭ ശ്രദ്ധയോടെ, 5-ാം വാക്യം, സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. They were continuing in fervent ceaseless prayer. ആ പ്രാർത്ഥന തുടർന്നു പോന്നു. യാക്കോബിൻ്റെ ലേഖനത്തിലെ ആ വാക്യം ഒക്കെ നമുക്ക് കാണാതെ അറിയാം. നീതിമാന്റെ, എന്നോടൊന്ന് ചേർന്ന് പറയാമോ? നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ വളരെ വളരെ. സാം ഫിലിപ്പ് ചാൻ എഴുന്നേറ്റ് പോയോ? മൈലപ്ര, സോറി. KJV-യിൽ വർക്കത്ത് മച്ച് എന്ന, വേറൊരു പരിഭാഷയിൽ അവൈലത്ത് മച്ച് എന്ന. അപ്പോൾ പ്രവർത്തിക്കുന്നതൊന്നും നമ്മുടെ പ്രവർത്തനങ്ങളല്ല, ട്രാക്ട് ഡിസ്ട്രിബ്യൂഷനല്ല, ഭവന സന്ദർശനമല്ല. പ്രവർത്തിക്കുന്നത് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരാത്മാവ് രക്ഷിക്കപ്പെട്ടാൽ പ്രവർത്തനം കൊണ്ട്, ഞാൻ ഇന്നതുപോലെ ചെയ്തത് കൊണ്ട്, നോ, നെവർ. ആരോ എവിടെയോ പ്രാർത്ഥിച്ചു, അതുകൊണ്ടാണ് ഫലം. ഞാനിങ്ങനെ പറഞ്ഞു വിടാം, പ്രവർത്തനമല്ല പ്രവർത്തിക്കുന്നത്, പ്രാർത്ഥനയാണ് ഫലദായകമായി, ഫലകരമായി, ഇഫക്റ്റീവ്ലി പ്രവർത്തിക്കുന്നത്. സുലഭമാക്കുന്നു ദൈവത്തിൻ്റെ റിസോഴ്സസ് പ്രാർത്ഥനയിൽ. ഫലം പ്രാപ്തി ഉളവാക്കുന്നു, പ്രവർത്തനമല്ല, പ്രാർത്ഥന. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, ദൈവം മറുപടി കൊടുത്തു. ഗോഡ് ഇൻ ഹിസ് സോവറൻ വിൽ, ദൈവത്തിൻ്റെ പരമാധികാര ഹിതത്തിന് കീഴിൽ ചിലപ്പോൾ പ്രാർത്ഥന മറുപടി ഉടനെ നൽകിയില്ല എന്ന് വരും. ഇനി ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ, അനർത്ഥങ്ങൾ, പ്രതിലോമ ശക്തികൾ അങ്ങനെയൊക്കെ നടമാടുന്നു എന്ന് തോന്നുന്ന രംഗത്തും ദൈവത്തിൻ്റെ പരമാധികാര കരുണയാണ്. ചോദ്യം ചെയ്യാൻ അവകാശമില്ല.
ഈ സഭ പത്രോസിന് വേണ്ടിയും ആകെ ചെയ്തത് അവരവരുടെ ദൗത്യം മുന്നോട്ട് നിർവഹിച്ചു. പരാജയപ്പെടാതെ, പിന്മാറാതെ, പിന്നാക്കം പോകാതെ, മുട്ടിപ്പായി ദൈവസന്നിധിയിൽ. പത്രോസിൻ്റെ വിടുതലാണ് വിഷയമെങ്കിലും കർത്താവേ, അവിടുത്തെ ഹിതം നിവർത്തിക്കണമേ എന്നവർ ഒരുമനപ്പെട്ട് കരഞ്ഞുകയാണ്. ബൊഹീമിയയിൽ 1722 മുതൽ ഗ്രേറ്റ് അവൈക്കണിങ്, ആ വലിയ ഉണർവ് ഉണ്ടാകുന്നതിൻ്റെ പിന്നാമ്പുറം വളരെ രസകരമാണ്. 16-ാം നൂറ്റാണ്ടിൽ വിറ്റൻബർഗിലെ വാനമ്പാടി നവീകരണ സിംഹം സടകുടഞ്ഞെഴുന്നേറ്റു കാതലിക് സമൂഹത്തിന് വെളിയിൽ ചാടി. തൊട്ടു പിന്നാലെ ഉണർവിലേക്ക് നയിക്കാൻ ഉണർവിൻ്റെ ഉദയസൂര്യൻ എന്ന നിലയിൽ ജോൺ കാൽവിൻ രംഗത്തേക്ക് കർത്താവ് കൈപിടിച്ചു കൊണ്ടുവന്നു. മറുവശത്ത് ഇംഗ്ലണ്ടിലും എല്ലാം ഉണർവിലേക്ക് ദൈവം കാലഘട്ടത്തെ കൊണ്ടുവരികയാണ്. പക്ഷേ കാതലിക് സമൂഹത്തിൽ വിശ്വാസത്തിനും വചനപാരായണത്തിനും അനുസരണത്തിനും വേണ്ടി സമർപ്പിച്ച ചുരുക്കം ചില ആളുകൾ പട്ടിയെ തല്ലും പോലെ കല്ലെറിയും പോലെ ഏറുകൊണ്ടപ്പോൾ അവരൊരുമിച്ച് കൂടി പറഞ്ഞു, നമുക്ക് ഓടിപ്പോകാം എവിടെയെങ്കിലും, ഒന്നും നമുക്ക് വേണ്ട, ഇട്ടിരിക്കുന്നോടെയാണ് മതി, പക്ഷെ വിടരുത് ദൈവവചനം. അവരോടി. എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഓടിച്ചെന്ന് ബൊഹീമിയയിലെത്തി. അവിടെ എങ്ങനെ ജീവിക്കും അറിഞ്ഞുകൂടാ. ആരോ പറഞ്ഞു, ഇവിടെ അടുത്തൊരു പ്രഭു ഉണ്ട്, അദ്ദേഹത്തിന് ഏറെ വിശാലമായ എസ്റ്റേറ്റ് ഉണ്ട്, എന്തെങ്കിലും പണി, കൂലിപ്പണി നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയില്ല. പ്രാർത്ഥിക്കുന്ന, വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ഉണർവിനെ കാംക്ഷിച്ച ആ ന്യൂനപക്ഷം അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ചെന്ന് കൊട്ടി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത് തോന്നി, അവിടെയും ദൈവം ഇങ്ങനെ ആളുകളെ അന്യോന്യം കണക്ട് ചെയ്യുകയാണ്, ബന്ധിപ്പിക്കുകയാണ്. ഈ പ്രഭു വല്യമ്മ താരാട്ട് പാടിയപ്പോൾ എവിടെ നിന്നോ അവരുടെ ഉള്ളിൽ വീണ് കിട്ടിയ ആത്മീക അംശം മടിയിൽ കിടത്തി ലാളിക്കുമ്പോൾ ഇവനോട് പറഞ്ഞു കൊടുത്തിരുന്നു, മോശയുടെ അമ്മയെ പോലെ. അദ്ദേഹം ചോദിച്ചു, എൻ്റെ പണി നിങ്ങൾക്ക് ചെയ്യാവോ? സാറേ, എന്തും ചെയ്യാം. കഠിനാധ്വാനികളായ അവർ കഷ്ടപ്പെട്ട് പണിയെടുക്കും. അതിരാവിലെ 4:30 എഴുന്നേൽക്കും, 1.5 മണിക്കൂർ മുഴങ്കാലിരിക്കുകയും അന്യോന്യം കൈകോർത്ത് പിടിച്ച് പരിമിതിയുള്ള ആ വസതിയിൽ ജാഗരിച്ച് ദൈവമുഖം അന്വേഷിക്കുകയും, കർത്താവേ സന്ദർശിക്കണമേ, അങ്ങയുടെ സമയത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു, ഉണർവയക്കണമേ, ഞങ്ങൾ ഉപദ്രവം സഹിക്കാൻ തയ്യാറാണ്, അങ്ങയുടെ ഹിതം നിവർത്തിക്കണമേ. അവർ കരയാൻ തുടങ്ങി. ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. അപ്പോഴാണ് ന്യൂനപക്ഷമായ മൊറേവിയൻ വിഭാഗം, അവരുമായി കർത്താവ് ഇവരെ ബന്ധിപ്പിച്ചു. ഇവരുടെ ദർശനം അങ്ങോട്ട്, അവരുടെ ഭാരം ഇങ്ങോട്ട്. അവരെ ആലോചനയിൽ സഹായിക്കാൻ ഈ പ്രഭുവും അവരൊരുമിച്ച് കൂടി പറഞ്ഞു, നമുക്ക് ചെയിൻ പ്രയർ ക്രമീകരിക്കാം. ജോലി എല്ലുമുറിയെ പണിയുമ്പോൾ ഇന്ന സമയം ഈയാണ്, അടുത്ത സമയം അടുത്തയാണ്. അത് ദിവസങ്ങൾ നീണ്ടു, ആഴ്ചകൾ നീണ്ടു. ചരിത്രകാരൻ ഇങ്ങനെ കോറിയിട്ടിട്ടുണ്ട്. അവരുടെ പ്രതീക്ഷ മാസങ്ങളായിരുന്നു. അത് മാസങ്ങളെ താണ്ടി ആണ്ട് ചില്ലുവാനും പിന്നിട്ടു. ദൈവം ഉണർവയച്ചു ആ ചെറിയ ഗ്രൂപ്പിൻ്റെ നിലവിളിയിൽ നിന്ന്. കല്ലിശ്ശേരിയിലെ അവറാച്ചനപ്പച്ചൻ ഒറ്റയ്ക്കാണ് ഈ ആശുപത്രി കയറി ഇറങ്ങിയത്. ഇന്നത്തെ എത്ര സ്റ്റാഫിനറിയാം, ചാപ്ലൻസി ഡിപ്പാർട്ട്മെൻറ്റിനറിയാം, എനിക്ക് അറിഞ്ഞുകൂടാ. നരച്ച തലയും ഉത്തരീയം വെള്ളമുണ്ടും വെള്ള ഉടുപ്പും മുണ്ടുമിട്ടൊറ്റയ്ക്കൊരുവൻ ഇതുവഴി നടന്നു. ഡോക്ടർ KM നാരായണൻ നമ്പൂതിരിപ്പാട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം, ഇത് ഓപ്പണായിട്ട് ഈ ചാപ്പലിൽ നിന്ന് മൈക്കിൽ കൂടെ വിളിച്ചു പറയുന്നതുകൊണ്ട് റോളി സാറൊക്കെ അവിടെ ഇരിക്കുന്നു, എന്നോടങ്ങ് പൊറുക്കണമെന്നേ.
കൊതുകുകൾ രോഗിയെ TMMൽ നിന്ന് പൊക്കിക്കൊണ്ട് പോകാതിരിക്കുന്നത് ചിരിക്കാനല്ല സാറേ. മൂട്ടകൾ താഴേക്ക് ബെഡിൽ കടിച്ചു വലിച്ചു പിടിക്കുന്നത് കൊണ്ടാണ് രോഗികളെ കൊതുകുകൾ പൊക്കിക്കൊണ്ട് പോകാത്തത് എന്ന് ഒരു ചരിത്രം ഇതിൻ്റെ പിന്നാമ്പുറത്തുണ്ട്. കുമ്പനാട്ടെ പാപ്പച്ചൻ ഉപദേശിയും പത്തനാപുരം KV ജോൺ സാറും CJ ചാക്കോ സാറും ആ നാളുകളിലാണ് ഈ സാധുവും ഇവിടെ വന്നത്. പാമ്പിനെ ഞാനും പിടിച്ചിട്ടുണ്ട് ഇവാഞ്ചലിസ്റ്റ് റൂമിൽ നിന്ന്. ബെന്നിച്ച ഹിയർ. എന്താ വ്യത്യാസം? കണ്ണുനീർത്തുള്ളികൾ ഇറ്റിറ്റ് വീണ ഒരു സ്ഥലം. നമ്പൂതിരിപ്പാടിൻ്റെ മൃതശരീരം ഇവിടെ അല്ലേ വെച്ചത്? കാർസിനോസാർക്കോമ ബാധിച്ച് ഒരു തുള്ളി മൂത്രം പോകുമ്പോൾ തലചെന്ന് മട്ടുപ്പാവിൽ ഇടിക്കുന്ന പോലെ ചാടേണ്ടി വരും വേദന. ആ മനുഷ്യൻ പറഞ്ഞു 7 ദിവസം ഭക്ഷണം കഴിക്കാതെ അവിടുത്തെ ക്വാർട്ടേഴ്സിലെ ഒരു മുറിയിൽ കർത്താവേ TMMൽ ദൈവം പ്രവർത്തിക്കണേ, ഒരു നല്ല കാലം തരണേ. ആ മനുഷ്യൻ കുടൽമാല വിശപ്പടക്കി ജാഗരിച്ചു. ക്യാൻസർ ഇവിടെ വെച്ച് ബാധിച്ചു, ഇവിടെ മരിച്ചു. അതിൻ്റെ ഫലമാണോ ഞാൻ ഈ AC ഹാളിൽ ഇപ്പോൾ നിൽക്കുന്നത്? മറ്റു ചിലരുടെ കണ്ണീരാണോ? ഉണർവ്. ആകെ കൂടെ ചെയ്യാനുള്ളത് ഫലം മുൻപിൽ കാണുകയല്ല, ജാഗരിക്കാനുള്ളത്, കരയാനുള്ളത്, ദൈവഹിതം അന്വേഷിക്കാനുള്ളത്, ആ മുഖം തേടാനുള്ളത് ഒരുമനപ്പെട്ട് ചെയ്യുമ്പോൾ നാളുകൾ കഴിയുമ്പോഴും ദൈവം തൻ്റെ പരമാധികാര കരുണയിൽ അവിടുത്തെ മഹത്വത്തിനു വേണ്ടി ഉത്തരം അരുളും. 30 ദിവസമൊക്കെ ഇവിടെ വന്ന് ചാപ്പലിൽ താമസിച്ചിട്ടുണ്ട്. അവസ്ഥകളുടെ ഭേദം. ബീവാറുടെ സൈഡ് ഭിത്തി ഇടിഞ്ഞു പോയത് പാതി വരെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. ദൈവമേ, അങ്ങ് മാറ്റങ്ങളുടെ ദൈവമാണല്ലോ, അങ്ങേ നോക്കി സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ചിലരുടെ കണ്ണുനീർത്തുള്ളികൾ തുരുത്തിയിൽ വീഴുമ്പോൾ ദൈവം അതിനെ ആ സഖരിയ പ്രവചനത്തിലെ ദർശനം പോലെ ഒരു ചാലിലൂടെ ഒഴുക്കി പിൽക്കാലത്തായാലും അതിൻ്റെ അനുഗ്രഹ സമൃദ്ധിയിലേക്ക് നടത്തും. ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് പത്രോസിനെ വിടുവിച്ചത്. ലാസ്റ്റ് ആൻഡ് നോട്ട് ലീസ്റ്റ് ദ തേർഡ് പോയിന്റ്, 20 മുതൽ. ദൈവത്തിൻ്റെ പദ്ധതിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശശുദ്ധിക്കും എതിരെ ഈ ഹെരോദ് അഗ്രിപ്പ ഒന്നാമൻ നിന്നപ്പോൾ ദൈവം പ്രതിസന്ധികളെ എങ്ങനെ നീക്കി തൻ്റെ വചനം മേൽക്കുമേൽ പരക്കുവാൻ ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ നിവൃത്തിയായി, ഫിനിഷ്, അക്കംപ്ലിഷ്, കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ്. ഈ ഗ്രീക്ക് വാക്ക് അങ്ങനെ എഴുതാൻ പരിശുദ്ധാത്മാവിന് എങ്ങനെ സാധിച്ചു? അതാണ് എൻ്റെ വിഷയം. പ്രാർത്ഥനയും ഉണർവും ഇന്റർവോവനായി ദൈവത്തിന്റെ ഉദ്ദേശം ഇതാ. 24-25 വാക്യം. അപ്പൊ ഈ ബാക്കി ഇത്രയും നേരം പറഞ്ഞതോ അതതിന്റെ പശ്ചാത്തലമൊരുക്കലാണെന്ന്. ദൈവം ഉദ്ദേശശുദ്ധിയോടെ പ്രവർത്തിക്കുന്നു. ദൈവത്തിന് ലക്ഷ്യമുണ്ട്, ദൈവത്തിന് ഉദ്ദേശശുദ്ധിയുണ്ട്. മണ്ണാങ്കട്ടയായ ഞാനും നാം ഓരോരുത്തരും ആ പദ്ധതിയോട് ചേർന്ന് തോളുരുമി കർത്താവേ പ്രവർത്തിക്കണമേ, അങ്ങയുടെ ഇഷ്ടം നിവർത്തിക്കണമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ എന്ന് വീഴാൽ, താണാൽ, കരഞ്ഞാൽ, കണ്ണീരൊഴുക്കിയാൽ അവിടുത്തെ മഹത്വം നമ്മുടെ കണ്ണാൽ കാണാം. ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് തിബരിയോസ് കൈസറിന്
പണിത് സമർപ്പിച്ചതായി കൈസരിയ പട്ടണം. അപ്പോൾ ഈ പട്ടാളക്കാരെ കൊല്ലാൻ ഓർഡർ ഇട്ടേച്ച്, മനസാക്ഷി കുത്താണോ എനിക്ക് അറിഞ്ഞുകൂടാ, ഹേരോദാവ് അഗ്രിപ്പ സ്ഥലം വിട്ടു. എവിടാ? ഈ സുഖവാസ കേന്ദ്രത്തിൽ പോയി താമസിക്കുക. അപ്പം അതിനൊരു പ്രത്യേകതയോട്, അതെന്താ? ഇദ്ദേഹത്തിൻ്റെ ജന്മനാളാണ്. തിബിരിയോസ് കൈസറിൻ്റെ. അപ്പോൾ അന്നത്തെ ചീഫ് ഗസ്റ്റായിട്ട് ഇങ്ങനെ വിളിച്ചിരിക്കുക അഗ്രിപ്പ ഹെരോദ് 1. അവിടെ ചെന്നൊന്ന് രാവിലെ ഫ്ലാവിയസ് ജോസീഫസ്, ദി ആൻറ്റിക്വിറ്റീസ് ഓഫ് ദ ജ്യൂസ്, യഹൂദന്മാരുടെ ചരിത്ര നാൾവഴികൾ, അതിലിങ്ങനെ കോറിയിട്ടിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് മുമ്പ് ഹെരോദാവിന് തിരക്കായി. സ്വാഭാവിക രാജവസ്ത്രം മാറ്റിവെച്ചു. തിളങ്ങുന്ന വെള്ളി നൂലുകൾ ഖചിതമായ ആ വസ്ത്രം അങ്കി പോലെ എടുത്തണിഞ്ഞു. എന്നിട്ട് ഉയർന്ന ഒരു പീഠമാണിത്. അപ്പം കിഴക്ക് നിന്ന് പ്രഭാത സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഇങ്ങനെ പ്രശാന്തമായി വന്ന് വീശി അടിക്കുമ്പോൾ ഈ മനുഷ്യൻ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിങ്ങനെ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യും ഈ ജനതയെ മുഴുവൻ. അവിടെ ഇവർക്ക് ആഹാരവിഹിതം ഇവിടെ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ട്രംപ് ഹോർമോസ് തടയാൻ ചെന്നതുപോലെ അഗ്രിപ്പ 1 സീദോന്യർക്കും സോര്യർക്കുമുള്ള അംശം അതിർത്തി അടച്ചു. ഒരു കപ്പലിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ലെന്നായി. അപ്പോൾ അവർ പട്ടിണിയായി. അപ്പോൾ അവരാണ് ഡെലിഗേഷൻ കൊട്ടാരത്തിലെ ബ്ലെസ്തോസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ പ്രീണിപ്പിച്ച് വശത്താക്കി സന്ധിക്കായി പാകിസ്ഥാനിൽ എന്ന പോലെ അപേക്ഷിക്കുക. അപ്പോൾ ഈ മനുഷ്യൻ രംഗത്ത് വന്നു. രാജാവിൻ്റെ മഹാകരുണ കൊണ്ട് അവർക്കെല്ലാം കൊടുക്കുന്നതായി ഇങ്ങനെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. സൂര്യകിരണം അടിച്ചിതിങ്ങനെ മിന്നിത്തിളങ്ങിയ വെള്ളി നൂലുകൾ ഇട്ട വസ്ത്രം, പളവള പളവള. അപ്പോൾ ഇവരെല്ലാം കൂടെ ഉച്ചത്തിൽ വിളിച്ചു, ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ദേവൻ്റെ ശബ്ദമാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത, ക്രിസ്തീയ സഭയ്ക്കെതിരെ കൈ ഓങ്ങിയ, അറിയാതെ അങ്ങ് ഗദ്ഗതം കൊണ്ടുപോയതാ, ക്ഷമിക്കണേ. ദൈവത്തിൻ്റെ വചനത്തെ നശിപ്പിക്കാൻ, കർത്താവിൻ്റെ സുവിശേഷത്തെ ഇല്ലാതാക്കാൻ ദൈവം വരുത്തുന്ന ഉണർവ് ഇനി യഹൂദേതര മണ്ഡലത്തിൽ അന്ത്യോക്യ കേന്ദ്രബിന്ദുവാവുകയാണ്. ദൈവിക പദ്ധതിക്കെതിരെ ഇവൻ രംഗത്ത് വന്നപ്പോൾ ദൈവം അവനെ മാറ്റിയതിനെക്കുറിച്ച് ഇവിടെ ഇത്രയേ ഉള്ളൂ. ജോസീഫസ് എഴുതുന്നു, ഇങ്ങനെ പ്രസംഗിച്ച് ഇവരിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു 2.5 ഇഞ്ച് ഹൈ ഹീൽഡ് സ്വർണ്ണക്കട്ടിയുള്ള ചെരുപ്പിൻ്റെ മേളിലോട്ടുകൂടെ പൊങ്ങിയപ്പോൾ ഇട്ടാ പിടിച്ചോ ഇതേ കിടക്കുന്നു. വയറ്റത്ത് വാരിയലിന് തപ്പിപ്പിടിച്ചേച്ചി ഹെരോദ അഗ്രിപ്പ 1 ഇങ്ങനെ വില്ല് വളയുന്ന പോലെ ഒന്ന് വളഞ്ഞു. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന അനുചരന്മാർക്കൊന്നും മനസ്സിലായില്ല. ഒറ്റ കാറ് ചെയ്യാം, സ്റ്റൊമക്ക് എയ്ക്ക്, വയറുവേദന എടുക്കുന്നു. അവർ പൊക്കിക്കൊണ്ട് കൊണ്ടുപോയി അതിൻ്റെ പുറകിലെ ഒരു ക്വാർട്ടേഴ്സിൽ ഇട്ടു എന്നാണ് ജോസീഫസ് എഴുതുന്നത്. 5 ദിവസം കിടന്നെന്നും സാധ്യമായ സകലവും ചെയ്തെന്നും ജോസീഫസ് എഴുതുന്നുണ്ട്. കാരണം എന്തായാലും പരിശുദ്ധാത്മാവിന് ഇത്ര എഴുതിയാൽ മതി. എന്താ പരിശുദ്ധാത്മാവ് എഴുതുന്നത്? കർത്താവിൻ്റെ ദൂതൻ അവനെ അടിച്ചു. അവൻ പ്രാണനെ വിട്ടിട്ട് ക്രമിക്കിരയായതല്ല, വിട്ട് കഴിഞ്ഞ് മൂക്കിക്കൂടെ ചെവിക്കൂടെ ഇങ്ങനെ വേംസ് ഞൊളച്ചതല്ല. പിന്നെ ആഫ്റ്റർ ദ വേംസ് ഈറ്റൺ അപ്പ് ഹിം ഹി ഡൈഡ്. ഓ വാവ്, എത്ര ഭയാനകമാണ്, എത്ര ഭയാനകമാണ്. ഇങ്ങനെ പറയാനും ദൈവമക്കൾക്കും ദൈവദാസന്മാരിൽ ചിലർക്കും തൻ്റെ ഇടം വേണം, യോശുവയെ പോലെ. അപ്പോഴാ വിശ്വാസത്തിൻ്റെ വാമൊഴി, അതിൻ്റെ പിന്നാമ്പുറത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ കലവറ മുഴുവനും ദൈവം ചൊരിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ജാഗ്രതയും പ്രാർത്ഥനയും ഉണർവിന് വേണ്ടിയുള്ള കൊതിയുമാകുമ്പോൾ ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും. ഞാനൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ എന്നെ അതിന് അനുവദിക്കുമോ?
അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഈ ചാപ്റ്റർ ഡിവിഷൻ കൊടുത്ത ദൈവദാസന്മാരും അത് അവിടെ നിർത്തിയില്ല. അതാണ് എനിക്ക് രസകരം. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നു എന്നല്ല അച്ഛാ, ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ പോലും വേണ്ടില്ല, ആ കൊതി അങ്ങോട്ട് തീരുകയില്ല. ഞാനൊന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞോട്ടെ. അഷ്ടമരാഗം. ഹേരോദാ അഗ്രിപ്പ ഒന്നാമത്, നിന്റെ ശരീരം നീ നീട്ടിയ കൈ പുഴുവരിച്ചു. ഞങ്ങളുടെ കർത്താവിൻ്റെ വചനവും സുവിശേഷവും ഇത് പുഴുവരിക്കുന്നതല്ല, ഇത് മേൽക്കുമേൽ പരക്കുന്നതാണ്. ദൈവം തിരുവായി മൊഴിയുന്ന വാർത്തകൾ അവൻ്റെ തിരുക്കൈ അതിൻ്റെ വേല നിവർത്തിക്കും. ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ചു. വചനം പരന്നു, വേല തികച്ചു, ദൈവത്തിൻ്റെ പദ്ധതി നിറവേറി. ഉണർവ്, പ്രാർത്ഥന, ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ, നിരന്തരം നെഗറ്റീവായത് സംഭവിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ പദ്ധതി, അതിനായി കരഞ്ഞാൽ ദൈവം പ്രവർത്തിക്കും. സുവിശേഷീകരണവും ആതുര ശുശ്രൂഷയും ഒരുപോലെ വിജയകരമായി തീരുന്നു. ഈ വേദി ഇങ്ങനെ TMM ഹോസ്പിറ്റൽ ഒരുക്കുന്നു. അത് തീർച്ചയായും ശ്ലാഘനീയമാണ്. ഇതിൻ്റെ അധികാരികൾക്ക് ഒരു പിടി നന്ദിയുടെ നറുമല്ലലുകൾ, ഒരു സല്യൂട്ട്. അതുപോലെ ഈ അഷ്ടമിച്ചിറ ടീമിനും ഈ പ്രാർത്ഥന ഗ്രൂപ്പിനും. ഞാനിവിടെ നിൽക്കാൻ യോഗ്യനല്ല. എല്ലാ വിനയത്തോടും എൻ്റെ ഹൃദയത്തെ ഇത് തൊട്ടു ഉരുമി മുട്ടിലേക്ക് വീഴാൻ കൃപ നൽകിയ വചനമായതുകൊണ്ട് അതൊന്ന് പങ്കുവച്ചു. എന്നേക്കാൾ ആഴത്തിൽ പോകാൻ പ്രാപ്തരായവരുടെ ഈ ധന്യനിരയിൽ ഈ ചെറിയ ചിന്തകൾ മുൻപിലേക്ക് വെച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ ധന്യനാമം മാത്രം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.